അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മിറാക്കിൾ ഗാർഡനിൽ വന്ന വീഡിയോ ആയിട്ടാണ്. ഈ കാണുന്ന റോഡരികിൽ നിന്ന് ആരംഭിക്കുകയാണ് പൂക്കൾ കൊണ്ടുള്ള വിസ്മയം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡനാണിത്. ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന പൂക്കുടകൾക്കിടയിൽ കൂടിയാണ് പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മുന്നിൽ വരുന്ന രണ്ട് വലിയ കുതിരകളാണ്. പച്ചപ്പുല്ല് കൊണ്ട് നിർമ്മിച്ച രണ്ട് വലിയ രൂപങ്ങൾ. മുന്നിലായി നിറയെ പൂക്കളും പിന്നെ വലിയ മരത്തടികളിൽ ചെടികളും പൂക്കളും ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നടക്കുകയാണ്. ദുബായ് പോലെ മരുഭൂമിയായി കിടന്ന ഇവിടെ ഇത്തരമൊരു മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാകണം ഗാർഡനകത്ത് സന്ദർശകർ കർശന നിയന്ത്രണങ്ങൾ പാലിച്ചിരിക്കണം. ഇവിടെ ഒന്നും പൂക്കളൊന്നും പറിക്കാൻ പാടില്ല. പിന്നെ പ്രൊഫഷണൽ ക്യാമറ പിന്നെ ഡ്രോണ് ഇങ്ങനെയുള്ളതൊന്നും ഗാർഡനുള്ളിൽ ഉപയോഗിക്കാനൊന്നും പാടില്ല. പിന്നെ വെഡ്ഡിങ്, എൻഗേജ്മെൻറ്റ്, പിന്നെ മോഡലിങ് അതിൻ്റെയൊക്കെ ഷൂട്ടുകളൊക്കെ ഇവിടെ ചെയ്യണമെങ്കിൽ അധികാരികളിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങിച്ചിരിക്കണം. പിന്നെ ഇവിടെ നടപ്പാതയിലൊഴികെ ബാക്കി എല്ലായിടത്തും വിവിധ തരത്തിലുള്ള പൂക്കളാണ്. പിന്നെ ഇവിടെയും സൈഡിൽ നമുക്ക് ലഘുഭക്ഷണത്തിനൊക്കെ സൈഡിൽ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര റേറ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ഇരട്ടിക്ക് ഇവിടെ ഭയങ്കര റേറ്റാണ്. പിന്നെ ഈ പൂന്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നടക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പോയത് ഈ ചൂട് സമയത്താണ്. അപ്പോൾ അല്ലാതെ ചൂട് സമയത്തൊക്കെ നമ്മളൊരു 5-5:30 മണി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്. ഇവിടെ ഒരാൾ പരുന്ത് വെച്ച് നിൽപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ പരുന്ത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ അതിന് പ്രത്യേകം പൈസ കൊടുക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത പൂന്തോട്ടമായ മിറാക്കിൾ ഗാർഡനിൽ 120 ഇനങ്ങളിലുള്ള 15 കോടിയിലേറെ പൂക്കളുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രവേശനം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയും പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ പൊതു അവധി ദിനങ്ങളിൽ 9 മണി മുതൽ രാത്രി 11 മണി വരെയാണ് സന്ദർശന സമയം. കണ്ണുകൾ എങ്ങോട്ട് പായിച്ചിരുന്നാലും അവിടെ അത്രയും വിവിധ നിറങ്ങളുള്ള പൂക്കളുടെ ഒരു പൂരക്കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഗാർഡനിൽ വെള്ളം പിന്നെ എന്ന് വെച്ചാൽ മലിനജലം ശുദ്ധീകരിച്ച് ആണ് ഈ ഗാർഡനിലൊക്കെ വെള്ളം എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു നിരവധി കുടകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് എത്തി. ഇവിടെ പലതരത്തിലുള്ള പല നിറങ്ങളുള്ള കുടകളൊക്കെ മുകളിൽ അങ്ങനെ നമ്മൾ വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. താഴെ ടൈലുകൾ പാകിയ ഒരു പാസേജാണ്. പിന്നെ ഇവിടെ സന്ദർശകർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ടേബിളുകളും ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ പൂക്കളാൽ നിർമ്മിച്ച ഈ ഒരു വിമാനം അതിൻ്റെ ഒരു ആകർഷണം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇത് മിറാക്കിൾ ഗാർഡനിലെ ഒരു ലേക്ക് പാർക്കാണ്. ലേക്കിൽ വലിയ വാട്ടർ വീലുകൾ കാണാം. അതിൻ്റെ മുകളിൽ വെള്ളം വീഴുന്നതും അതൊക്കെ അങ്ങനെ കറങ്ങുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മനോഹരമായ ഒരു പൂന്തോട്ടം എന്ന് പറയുമ്പോൾ സ്വർഗവും തന്നെ പറയാം. അവിടെ നമ്മൾ പോയിട്ട് ഇനി തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി നാട്ടിലോട്ട് പോകാനുള്ള പിത്തപ്പാടാണ്. നാളെയാണ് 17-ാം തീയതി നമ്മൾ നാട്ടിലോട്ട് പോകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം.